യഥാർത്ഥത്തിൽ ആരാണ് കൊടുങ്ങല്ലൂർ ദേവി എന്നൊരു ചോദ്യം പല മനുഷ്യരുടെ മുകളിലുണ്ട്. താര, മഹാവിദ്യ, ഷോഡശി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ഇങ്ങനെ ഈ കാളീനെയാണ് പരാശക്തിയായിട്ട് കൊടുങ്ങല്ലൂർ രഹസ്യ അറയിൽ മുൻപ് കാലങ്ങളിൽ ആരാധിച്ചു വന്നത്. കപാലപാത്രം, നാന്തകം, വള്ളിവാള് ഇതൊക്കെ പിടിച്ച് ഘോരാട്ടഹാസം സംഭവിച്ച രൂപമാണ് കൊടുങ്ങല്ലൂർ അമ്മയുടെ. കൊടുങ്ങല്ലൂർ അമ്മ എന്ന് പറഞ്ഞാൽ കൊല്ലൂർ മൂകാംബികയാണ്, കൊല്ലൂര് നമ്മുടെ ലോകാംബികയാണ്, പരാശക്തിയാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്. കൗളാൽ പരതരനഹീന്ന് ശ്രീ പരമേശ്വരൻ വരെ പറഞ്ഞിട്ടുണ്ട്. കൗളമാർഗത്തിന്റെ അപ്പുറം മറ്റൊന്നില്ല. ഈ കൊടുങ്ങല്ലൂർ ശ്രീചക്ര ഉപാസനയാണ് എന്ന് പറയുന്ന പല വീഡിയോസും ഞാൻ കണ്ടിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീചക്ര ഉപാസന അല്ലേ? ഒരു കാവുകളും നിലവിൽ ഒരു സങ്കേതങ്ങളും ക്ഷേത്രങ്ങളും നല്ല രീതിയിൽ പോകുന്നില്ല. അങ്ങയുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ട് എന്ന് പറഞ്ഞത്, അത് ഇവിടെ നിന്നാണോ യഥാർത്ഥ ചൈതന്യം അവിടേക്ക് പോകുന്നത്? ശ്രീകൃഷ്ണൻ ഭദ്രകാളി ഉപാസകനായിരുന്നു. ശ്രീകൃഷ്ണൻ കൃഷ്ണനാണോ വലുത്, കാളിയാണോ വലുത്? ഈ കരിനീലിയാണ്, ശ്രീരാമൻ കാട്ടിലായിരുന്നല്ലോ, ഈ കരിനീലിയാണ് ചാത്തന്റെ അമ്മ. ഇതാണ് തൃപ്രയാർ തേവരും ചാത്തന്മാരും തമ്മിലുള്ള ബന്ധം. അപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രവും ചാത്തന്മാരുമായിട്ട് ബന്ധമുണ്ടോ? ഇവിടെ നിത്യം അത്ഭുതം നടക്കുന്ന സ്ഥലമാണ്. ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ട് തൊഴുന്ന സമയത്തൊക്കെ ഒരാൾ വന്ന് മുമ്പിൽ നിൽക്കുന്ന പോയി നമ്മൾ എന്തെങ്കിലും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ട് മറഞ്ഞു പോകുന്നൊക്കെ നിത്യം ഇവിടെ അനുഭവമാണ്. ഇന്ന് നമ്മൾ കൊടുങ്ങല്ലൂരിൻ്റെ മൂലസ്ഥാനമായിട്ടുള്ള കീഴ്ക്കാവിലാണുള്ളത്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കീഴ്ക്കാവിൻ്റെ മഠാധിപതിയായ അല്ലെങ്കിൽ പുലക്കാവിൻ്റെ മഠാധിപതിയായിട്ടുള്ള രഘുസ്വാമിയാണ് കൂടെയുള്ളത്. അതേപോലെ തന്നെ ഇവിടുത്തെ തന്ത്രിയും ദേവി ഉപാസനുമായിട്ടുള്ള സംഗീതനാണുള്ളത്. നമസ്കാരം. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ കൊടുങ്ങല്ലൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രാചീന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം. അതിൻ്റെ മൂലസ്ഥാനം എവിടെയാണ് എന്ന് പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ ഞാൻ തന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പിട്ടാണ് അറിയുന്നത് യഥാർത്ഥ കാവിൻ്റെ മൂലസ്ഥാനം ഇവിടെ പുലക്കാവിലാണ് വരുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ ആരാണ് കൊടുങ്ങല്ലൂർ ദേവി എന്നൊരു ചോദ്യം പല മനുഷ്യരുടെ മുകളിലുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുങ്ങല്ലൂർ ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ പല ആളുകളും വന്ന് റീൽസിലൂടെയൊക്കെ ഒരുപാട് പേര് സജീവമാകുമ്പോഴാണ് ആരാണ് കൊടുങ്ങല്ലൂർ ദേവി എന്ന് പലരും അന്വേഷിച്ചു വരുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് കൊടുങ്ങല്ലൂർ ദേവി? കൊടുങ്ങല്ലൂർ അമ്മ സാക്ഷാൽ ശ്രീ ഭദ്രകാളിയാണ്. ഭദ്രകാളി എന്ന് പറയുമ്പോൾ ദാരികനെ നിഗ്രഹിച്ച കാളിയുണ്ട്, അതേപോലെ പരാശക്തിയായിരിക്കുന്നതായ ആദികാളിയുണ്ട്. ഈ ഉപാസനകളിലും ആഗമശാസ്ത്രങ്ങളിലും താന്ത്രിക ക്രിയകളിലും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്നത് ദശമഹാവിദ്യകളാണ്. 10 വിദ്യകളാണ്. അതിൽ ആദ്യത്തെ വിദ്യ തന്നെ കാളി വിദ്യയാണ്. പിന്നെ ഈ ഭഗവതിൻ്റെ 9 രൂപവേദഭാവങ്ങളാണ്. ആദ്യം കാളി, താര, മഹാവിദ്യ, ഷോഡശി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ഇങ്ങനെ അങ്ങ് പോകുന്നു. ഇതിൽ ആദിവിദ്യ കാളിവിദ്യയാണ്. ഈ കാളീനെയാണ് പരാശക്തിയായിട്ട് കൊടുങ്ങല്ലൂർ രഹസ്യ അറയിൽ മുൻപ് കാലങ്ങളിൽ ആരാധിച്ചു വന്നത്. നമ്മൾ നേരിട്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ തൊഴുന്നത് സാക്ഷാൽ ശ്രീ ഭദ്രകാളീനെയാണ്. ഇന്നിപ്പോൾ ചുരുക്കം ചിലർ ഇത് കാളിയല്ല, ഇത് ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായ പൂജയാണെന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ വസ്തുതക്ക് നിരക്കാത്തതും സത്യത്തിനെ വളച്ചൊടിക്കുന്നതാണ്. കാരണം ഏറ്റവും വലിയ തെളിവ് കാളി ക്ഷേത്രങ്ങളുടെ പ്രത്യേകതയാണ് ക്ഷേത്രപാലകൻ ഉണ്ടാവും. ക്ഷേത്രപാലകൻ്റെ പ്രതിഷ്ഠ കാളി ക്ഷേത്രങ്ങൾ മാത്രമേ ഉണ്ടാവൂ. പിന്നെ ദീപസ്തംഭത്തിൻ്റെ മേലയിൽ ഏത് ദേവതയുടെയും ആരുണ്ടാവും? വാഹനം ഉണ്ടാവും. ഇപ്പോൾ കൊടുങ്ങല്ലൂർ ദീപസ്തംഭം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ദീപസ്തംഭത്തിൻ്റെ മേലയിൽ വേതാളമാണ്. ഇതുകൂടാതെ കാളി ദാരികനെ വധിച്ച് ആ സമയത്ത് ഭഗവതിക്ക് കൃത്യമായിട്ട് മുറിവുകൾ ശരീരത്തിലുണ്ടായിരുന്നു. ആ മുറിവുകൾ ഉണക്കാൻ വേണ്ടിയിട്ടാണെന്ത് ഇവിടെ ഇന്നും നിലവിൽ തൃച്ചന്ദന ചാർത്ത പൂജ ചെയ്യുന്നുണ്ട്. രഹസ്യമായിട്ടുള്ള മഞ്ഞൾ ഇതെല്ലാം വെച്ചിട്ടുള്ള പല കൂട്ടും ഉപയോഗിച്ച് തൃച്ചന്ദന ചാർത്ത് പൂജ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ നമ്മൾ കാണുന്നില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ ആ രൂപങ്ങളിൽ മനസ്സിലായത് ദാരികൻ്റെ തല, കപാലപാത്രം, നാന്തകം, വള്ളിവാള് ഇതൊക്കെ പിടിച്ച് ഘോരാട്ടഹാസം സംഭവിച്ച രൂപമാണ് കൊടുങ്ങല്ലൂർ അമ്മയുടെ. കൊടുങ്ങല്ലൂർ അമ്മ എന്ന് പറഞ്ഞാൽ കൊല്ലൂർ മൂകാംബികയാണ്, കൊല്ലൂര് നമ്മുടെ ലോകാംബികയാണ്, പരാശക്തിയാണ്. അത് ആനന്ദനെ പറയുന്ന ഭഗവതിന്റെ ശിവാരൂഢം മഹാഭീമാം ഘോരദംഷ്ട്രാം ഹസൻമുഖി ചതുർഭുജാം ഗഡ്ഗമുണ്ടാം വരാഭിയ കരാം ശിവ ഉണ്ടമാലാം ധരാം ദേവി ലലജിഹ്വാ ദിഗംബര ഏവം സഞ്ചിന്ത യത് കാളി ശ്മശാനാലയ വാസിനിനാണ്. ഈ ഭഗവതി സാക്ഷാൽ ദിഗംബരയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഈ ഭഗവതി ഉൾക്കൊള്ളുന്നതാണ്. ഈ ഭൂമി മാത്രമല്ല, ഈ ഭൂമിയുടെ പുറത്തുള്ള ഭുവനത്രയത്തിനധികം അതിന് വരെ സാക്ഷിയും ആധാരമായിട്ടുള്ളത് ഈ പരാശക്തിയാണ്. അപ്പോൾ ഇത് മഹാകാളി തന്നെയാണ്. ഇതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ പുലക്കാവിലാണ് ഈ ഭഗവതീനെ മുമ്പ് കാലങ്ങളിൽ ആരാധിച്ചിരുന്നതും ഉപാസിച്ചിരുന്നതും. പിന്നീട് കാലപ്പഴക്കം കൊണ്ട് പറയുന്നതാണെങ്കിൽ ഒരു 1800 വർഷങ്ങളായിട്ട് ഈ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയിട്ടുള്ളൂ. അത് ചേര രാജാവിൻ്റെ
ആജ്ഞപ്രകാരം അതുവരെ ഈ ഇല്ലത്തായിരുന്നു ഈ ഭഗവതി ഉണ്ടായിരുന്നു. ആ ഭഗവതി എന്തായിരുന്നു എന്നും ഈ ഭഗവതിനെ എങ്ങനെയായിരുന്നു ഇവർ ഉപാസിച്ചിരുന്നതെന്നും ഈ ഭഗവതിൻ്റെ രൂപങ്ങൾ എന്താണ് ഇന്നും കൃത്യമായിട്ട് ഇവരുടെ താളിയോല കെട്ടുകളിലുണ്ട്. ആ ഒരു തെളിവ് സഹിതമാണ് നമ്മളിപ്പോൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ സാക്ഷാൽ ഇതൊരു ഭദ്രകാളിയാണെന്നും ഈ ഭഗവതി വടക്ക് നിന്ന് വന്നതാണെന്നും ഈ ഭഗവതി ഇവിടെ വരാനുള്ള കാരണം എന്താണെന്നും ഇവരുടെ പൂർവീകരിക്കാണ് ഈ ഭഗവതി ദാരികൻ്റെ തല, ഞാൻ ദാരികൻ എന്ന് പറഞ്ഞ അസുരനെ വധിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇനി ഭയപ്പെടേണ്ടതില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് അങ്ങനെയാണ് ആ ഭഗവതിനെ ഇവിടെ വെച്ചിട്ടാണ് കൃത്യമായിട്ട് അവർ വേണ്ടുന്ന വിധത്തിൽ ഉപചരിച്ചത്. പറമ്പിലേ നടക്കുന്ന കോഴീനെ വെട്ടിയിട്ടും തെങ്ങിൻ്റെ മേലെ കയറി കള്ള് ചെത്തി എടുത്തിട്ട് അത് വെച്ചിട്ടും ഭൂമിൻ്റെ ഉള്ളിലുള്ള കിഴങ്ങ് വെച്ചിട്ടും പുഴയിലും കടലിലും പോയ മത്സ്യങ്ങൾ പിടിച്ചു വെച്ചിട്ടും ഇതൊക്കെ വറുത്തും ചുട്ടും കരിച്ചും പൊരിച്ചും കൊടുത്ത സമ്പ്രദായമാണ് കാളിയിലത്. ഇത് താന്ത്രികമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇത് കൗളമാർഗമായിട്ട് പറയും. ഏറ്റവും ശ്രേഷ്ഠമാണ് കൗളാൽ പരതരനഹീന്ന് ശ്രീ പരമേശ്വരൻ വരെ പറഞ്ഞിട്ടുണ്ട്. കൗളമാർഗത്തിൻ്റെ അപ്പുറം മറ്റൊന്നില്ല, കൗളത്തിൻ്റെ അപ്പുറം ഒന്നുമില്ല. ഈ കൗളത്തിൽ യഥാർത്ഥ പൂജ പഞ്ചമകാരങ്ങൾ വെച്ചിട്ടുള്ളതാണ്. മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം, ഇതാണ് പഞ്ചമകാരങ്ങൾ. അതിൻ്റെ രഹസ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സാധകനും ദേവിയും മാത്രം അറിയുന്നതായിട്ടുള്ള പൂജാവിധികളുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഇവർ ഇന്നും നിലവിൽ ആചരിച്ച് വരുന്നുണ്ട്. ഇത്തരം കാവുകൾ വീണ്ടും വീണ്ടും അതിൻ്റെ ചൈതന്യതയിലേക്ക് പോകുന്നുണ്ട്. ഈ കൊടുങ്ങല്ലൂർ ശ്രീചക്ര ഉപാസനയാണ് എന്ന് പറയുന്ന പല വീഡിയോസും ഞാൻ കണ്ടിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീചക്ര ഉപാസന അല്ലേ? ഞാൻ പറയാം, ചിലരുടെ തെറ്റിദ്ധാരണയാണ്. ശ്രീചക്രത്തിൽ ശ്രീവിദ്യാ സമ്പ്രദായമാണ്, ത്രിപുരസുന്ദരീനെ പൂജിക്കാൻ പറ്റും. ഈ ശ്രീചക്രത്തിൽ ബിന്ദു രൂപത്തിൽ പൂജിക്കുന്ന ചൈതന്യമാണ് ആര്? പരാശക്തി ശ്രീകുറുംബ ഭഗവതിയാണ്. ശ്രീചക്രത്തിൽ ഭദ്രകാളീനെ പൂജിക്കാനുള്ള വിധാനം നമ്മുടെ കയ്യിലുണ്ട്. ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ് എന്ത് ഇത് മഹാത്രിപുരയാണ് പൂജിക്കുന്നത്, അല്ലെ ശ്രീവിദ്യ മന്ത്രത്തെയാണ് അതിലേക്ക് അർച്ചിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? ബ്രഹ്മാണ്ട പിണ്ടാണ്ട ഐക്യമാണ്, സാധകന്റെ ദേഹമാണ് ശ്രീചക്രം. അതൊരു ക്ഷേത്രം തന്നെയാണ്. ആ ക്ഷേത്രത്തിൽ ഏത് ദേവതനെ നിസിക്കണം, സങ്കല്പിക്കണം എന്ന് നമ്മുടെ പൂർവികന്മാർ എന്താണോ ചെയ്തത് ആ രീതിയിലാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഭഗവതിയുടെ രഹസ്യറയിൽ ശ്രീചക്രമുണ്ട്. അതുകൊണ്ട് ഇത് ശ്രീവിദ്യാ സമ്പ്രദായം എന്ന് പറയുന്നത് മഹാതെറ്റാണ്. ശ്രീചക്രം ഉള്ളിടത്തൊന്നും ശ്രീവിദ്യാ സമ്പ്രദായമാണെന്നില്ല. ശ്രീചക്രത്തിൽ ശ്രീ പോർക്കാളിനെ പൂജിച്ചതാണ് ആര്? പഴശ്ശിരാജ. മനസ്സിലായില്ലേ? ഇപ്പൊ യുദ്ധദേവതമാരെയാണ് നമ്മുടെ കേരളത്തിലും ആരാധിച്ചിരുന്നത്. ദാരികനെ നിഗ്രഹിച്ചിട്ട് സാക്ഷാൽ പരമേശ്വരൻ നീ ചേരരാജ്യത്ത് പോയി അവിടെ നടമാടുന്ന ദുഷ്ടശക്തികളെയും മാറാവ്യാധികളെയും നശിപ്പിച്ച് കോടാനുകോടി ഭക്തരാൽ പരിപാലിക്കപ്പെട്ട് അവിടെ ക്ഷേമ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യവും സമ്പത്തും സമാധാനവും ഭക്തന്മാർക്ക് രോഗമുക്തിയും പ്രദാനം ചെയ്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച് 33 ദേവഗണങ്ങളും ഭഗവതിനെ ഈ ചേരരാജ്യത്തേക്ക് പറഞ്ഞയച്ചെന്നാണ് സങ്കല്പം. അത് നമ്മുടെ തോറ്റംപാട്ടുകളിലും ഞങ്ങളുടെ പൂജാവിധികളിലൊക്കെ കൃത്യമായിട്ട് അർച്ചനകളിലും സ്തുതിഗീതങ്ങളിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കാലകാല സ്വരൂപിണിയായ മഹാകാളിയാണ്, സാക്ഷാൽ ശ്രീകുറുമ്പയാണ്, പരാശക്തിയാണ്. ശ്രീകുറുമ്പ എന്ന് പറഞ്ഞാൽ വലിയമ്മയും ശ്രീഭദ്രകാളി എന്ന് പറഞ്ഞാൽ ചെറിയമ്മയും. ഇത് നാനാദേശത്തും ഈ ഭഗവതിനെ വലിയമ്മയായിട്ടും ചെറിയമ്മയായിട്ടും ആരാധിക്കുന്നുണ്ട്. അകത്ത് ചില ആൾക്കാർ അകത്ത് ശ്രീകുറുമ്പ ഭഗവതിനെ നല്ലമ്മയായിട്ടും പുറത്ത് ശ്രീ ഭദ്രകാളീനെ പുറത്തേക്കും വെച്ചിട്ട് ആരാധിക്കുന്നുണ്ട്. ഈ ഭഗവതിമാർ ശരിക്കും രണ്ടും ഒരു പീഠത്തിലോ അല്ലെങ്കിൽ 2 പീഠത്തിലായിട്ട് ഒരകത്താണ് ശരിക്കും നിയമപ്രകാരം വെച്ച് ആരാധിക്കേണ്ടത്. അകത്ത് ചെയ്യേണ്ടത് ശക്തി പൂജയാണ്. പഞ്ചമകാരങ്ങൾ അടങ്ങിയ മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം ഇതൊക്കെ അടങ്ങിയ പഞ്ചമകാരങ്ങളിൽ അധിഷ്ഠിതമായ ശക്തി പൂജയാണ് ശ്രീലകത്ത് ചെയ്യേണ്ടത്. ശ്രീലകത്ത് പഞ്ചമകാരങ്ങൾ വെച്ച് പൂജ ചെയ്യുമ്പോൾ കുടുംബ ഭദ്രതയും ഐശ്വര്യവും നിലനിൽക്കും. പുറത്ത് ഭദ്രകാളിക്ക് ഗുരുതിയാണ് ചെയ്യേണ്ടത്. ആ ഗുരുതിയിലൂടെ ഈതിബാധ ദോഷങ്ങൾ തീരും. ഭഗവതി ഒരു കവചമായിട്ടും ആവരണമായിട്ടും നിൽക്കും. നമുക്ക് വന്ന ശത്രുദോഷം, ബാധാദോഷം, പ്രാക്കുദോഷം, അങ്ങനെ എന്തൊക്കെ ദോഷങ്ങളുണ്ടോ മഹാദോഷങ്ങളൊക്കെ ഈ ഗുരുതിയിലൂടെ തീരും. അങ്ങനെ ഒരു ഭഗവതി പ്രൊട്ടക്ഷൻ ആണെങ്കിൽ മറ്റേ ഭഗവതി കുടുംബ ഭദ്രത, ഐക്യവും ഐശ്വര്യവും തരുന്നു. ഇങ്ങനെ 2 ഭാവങ്ങളാണ്. ഇതിനെ ഉപാസിച്ചു വന്ന ആൾക്കാരാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. അങ്ങനെ ഇവർ വർഷത്തിലൊരിക്കൽ എന്ത് ചെയ്യും? എല്ലാവരും ഒത്തുകൂടി അവരെ പറമ്പിലുണ്ടാകുന്ന എല്ലാ വിളകളും കാർഷിക സമൃദ്ധമായിട്ടുള്ള പല വിഭവങ്ങളും കൊണ്ടുപോയി ഭഗവതിക്ക് ഭരണി നാളിൽ അശ്വതി വേലയ്ക്ക് കൊണ്ടുപോയി സമർപ്പിക്കും. അതാണ് സത്യത്തിൽ ഭരണി. ആ സമയത്ത് ഓരോ തറവാട്ടിലും ഓരോ ഇല്ലത്തുള്ള ഭഗവതി സാന്നിധ്യങ്ങൾ അവരുടെ ശരീരത്തിലേക്ക് ആവേശിച്ച് കൊടുങ്ങല്ലൂർ അമ്മക്ക് ആ രക്തസമർപ്പണം, നിണസമർപ്പണം നടത്തും. ഇത് കൂടാതെ കൃത്യമായിട്ട് വടക്കേ നടയിലുള്ള കോഴിക്കല്ലിൻ്റെ മേലെ കോഴീനെ സമർപ്പിച്ച് കോഴി അറുത്ത് ആ ദുരിതവും ദുഃഖവും അവരെ കൃത്യമായിട്ട് ആ ഭഗവതിയിലേക്ക് ലയിപ്പിച്ചിരുന്നു. ആ സമയത്ത് ഗോകർണം മുതൽ കന്യാകുമാരി വരെ ആ ഭഗവതിൻ്റെ കാൽച്ചിലങ്കൻ്റെ ശബ്ദം കേൾക്കാം. ഇന്നിപ്പോൾ ഇവിടുത്തെ സമ്പ്രദായം, ഹിന്ദുക്കളുടെ മാത്രം സമ്പ്രദായം, ശാസ്ത്രവീര്യം ഉൾക്കൊണ്ട ആരാധനകൾ നശിപ്പിക്കുമ്പോൾ ഇവിടെ ഹിന്ദുവിന് അപജയം വരുന്നു. ഒരു കാവുകളും നിലവിൽ ഒരു
സങ്കേതങ്ങളും ക്ഷേത്രങ്ങളും നല്ല രീതിയിൽ പോകുന്നില്ല. ഒന്നെങ്കിൽ ക്ഷേത്രക്കാരായിട്ട് തമ്മിൽ പ്രശ്നം വരിക, അല്ലെങ്കിൽ കോമരങ്ങളായിട്ട് പ്രശ്നം വരിക. ബാധ അകത്തും അമ്മ പുറത്തുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും പ്രശ്നം. ഇതിന് പ്രധാന കാരണം ഈ ശക്തി പൂജ മുടങ്ങിയതും ഈ ഭഗവതിക്കുള്ള ബലി മുടങ്ങിയതാണ്. ഓരോ ദേവതയ്ക്ക് അതിൻ്റെതായ സ്വഭാവ രൂപ ഭേദഭാവങ്ങളുണ്ട്. അതാണ് പൂർവികന്മാർ പഠിച്ച് സേവിക്കണം എന്ന് പറയുന്നത്. ജ്യോതിഷത്തിൽ ഇതിനൊരു പ്രമാണമുണ്ട്. എന്ത് ചെയ്വത് പണ്ടുള്ളോ എന്നറിഞ്ഞ് അത് ചെയ്യണം. ധർമ്മദൈവം പ്രസാദിച്ച് കിളിർപ്പൂ തറവാടുകളിൽ നമ്മൾ പുറത്തുനിന്ന് ഹോട്ടലുകളിൽ നിന്ന് കൃത്യമായിട്ട് ഇതൊക്കെ കഴിക്കും. ഈ ദേവതയ്ക്ക് ഇത് പാടില്ല. അത് ഒരു വൈദിക അധിനിവേശമാണിത്. പണ്ട് കാലത്ത് അങ്ങനെയല്ലായിരുന്നു. നമ്മൾ എന്തായിരുന്നു കഴിച്ചത് അതൊക്കെ കഴിക്കാനും അതൊക്കെ കൊടുക്കാനുള്ള പ്രമാണങ്ങളുണ്ട്. പൂജാമുറിയിൽ നിന്ന് പോലും അതൊക്കെ അനുഭവിക്കാനുള്ള പ്രമാണങ്ങളുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ശാക്തേയന്മാർ ഇന്ന് നിലവിലുണ്ട്. ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭഗവതി സാക്ഷാൽ പരാശക്തിയാണ്, കാളിയാണ്. കൊടുങ്ങല്ലൂരമ്മ സാക്ഷാൽ മഹാകാളിയാണ്. അതിലുള്ള ഏറ്റവും വലിയ തെളിവ് ഇവരുടെ കയ്യിലുള്ള താളിയോലകളും ഈ ഇപ്പം പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോൾ രഘുസ്വാമിയിലേക്ക് വരികയാണെങ്കിൽ വന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു 189 വള്ളുവർ, 1880 വള്ളുവരാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു കണക്കുകൾ വരുന്നത്? ഓരോരുത്തർ തീട്ടുരുത്തിലുണ്ടത് തമ്പുരാനാണ് ഇതിൻ്റെ അധികാരം. അപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ അധികാരം മുഴുവൻ തമ്പുരാനാണ്. ദേവസ്വം ബോർഡ് നടത്തണമെന്നുള്ളൂ. അവിടെ എന്തൊരു കാര്യം ചെയ്യണമെങ്കിൽ തമ്പുരാനോട് ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ പണ്ട് കാലത്ത് തീട്ടൂരം എഴുതാന്ന് പറയും. ആ തീട്ടൂരത്തിൽ ഓരോ വള്ളവനും സ്ഥാനം എടുക്കുമ്പോൾ അവിടെ എഴുതും ഇത്രാമത്തെ ആള്. അപ്പോൾ അങ്ങ് 1889 ആള്. അപ്പോൾ അങ്ങയുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ട് എന്ന് പറഞ്ഞു. അതായത് ഇതാണ് മൂലസ്ഥാനം. ഇന്ന് പലർക്കും ഇപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അത് മാത്രമേ അറിയുകയുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പൂർവികനായിരിക്കുന്ന കോരമുത്തൻ ഈ പ്രദേശം മുഴുവൻ പാടായിരുന്നു. അതുകൊണ്ട് പുലപ്പാടെന്ന് പേര് വരാൻ കാര്യം പാടത്ത് കൃഷിയും കാര്യങ്ങളും. ഞങ്ങളുടെ പൂർവികൻ മഹാമാന്ത്രികനായിരുന്നു. ആള് കൃഷിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അന്ന് ചെറ്റമാടാണ്, ഓരമാടാണ്. വൈകിട്ട് ആള് ശ്രീസന്ധി സമയത്ത് വരുമ്പോൾ അമ്മ ദാരിക നിഗ്രഹം കഴിഞ്ഞ് വന്ന രൂപത്തിൽ അമ്മ നിൽക്കുകയാണ്. ഞാൻ ദാരികനെ വധിച്ച് വരികയാണെന്ന്, എനിക്കിവിടെ കുടികൊള്ളണം. അങ്ങനെ 14 ദിവസം ഇവിടെ ഇരുത്തി ഞങ്ങളുടെ നാട്ടിലെ ആളുകൾ ചെയ്യുന്ന ഗൗളാചാര കർമ്മപ്രകാരം അമ്മയ്ക്ക് മദ്യം മാംസം പറപൊടി നേരിട്ട് 14-ാം ദിവസം ഇവിടുത്തെ ദേശം ഭരിക്കുന്ന ചേരാജാവിനെ മുഖം കാണിക്കുകയും രാജകൽപ്പന അനുസരിച്ചാണ് അമ്മനെ അങ്ങോട്ട് ഇരുത്തിയിട്ടുള്ളത്. എഴുത്തുത്തിയത് കീഴ്ക്കാവത് മേൽക്കാവുന്നത് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് പുലക്കാവ് പേര്. ചടങ്ങുകളൊക്കെ ഇവിടെ ആദ്യം നടക്കും. ഇപ്പോൾ കുമ്പത്തിൽ കുടിയേറുക രാത്രി 2 മണിക്ക് നമ്മൾ ഗുരുതി കൊടുത്ത് ഇവിടെ കുടിയേറും. 4-8 മണിക്ക് അവിടെ കുടിയേറും. അമ്മയ്ക്ക് കോടിക്കല്ല് മൂടുന്നതിന് അത് ഗുരുതിപ്പന്തൽ ഒരുങ്ങാന്ന് പറയും. അവിടെ മൂടിക്കെട്ടിയ ഗുരുതിപ്പന്തലാണ്. ഗുരുതിപ്പന്തൽ ഒരുങ്ങിയതിന് ശേഷം അവിടെ കുഴിക്കല്ല് മൂടുക. ചടങ്ങുകളൊക്കെ ആദ്യം ഇവിടെ നടക്കണം. ഭരണയുടെ തുടക്കം അവസാനം പുലക്കാവിലാണ്. ഇവിടെ നിന്നാണോ യഥാർത്ഥ ചൈതന്യം അവിടേക്ക് പോകുന്നത്? ഇവിടെ നിന്ന് ആവാഹിച്ചിരുത്തിയതാണോ അങ്ങോട്ട്? അതെല്ലാവർക്കും അറിയുന്നതാണ്. ഇതിൽ വേറൊരു കാര്യം എന്താ അറിയോ, 1889 വള്ളുവനാണിത്. അപ്പോൾ ഒരു മനുഷ്യായുസ് കുറഞ്ഞത് 60 വയസ്സ് മുതൽ മേലോട്ട് നമുക്ക് 120 വയസ്സ് വരെയൊക്കെ പണ്ട് ആൾക്കാർ ജീവിച്ചിരുന്നു. അങ്ങനെ വെച്ച് കൂട്ടുമ്പോൾ 1889 ആളാവുമ്പോൾ ഈ ഭഗവതിൻ്റെ കാലപ്പഴക്കം എത്ര ഉണ്ടെന്ന് ചിന്തിച്ചാൽ മതിയില്ലേ. 1889 അവകാശിയാണ്. അപ്പോൾ അത്ര വർഷം പഴക്കമുള്ളതും മുമ്പേ കേരളത്തിൽ ആരാധിക്കുന്നതായിട്ടുള്ള ചൈതന്യമാണ് സാക്ഷാൽ ഈ പരാശക്തിയായിരിക്കുന്നതായ ഭഗവതി. അല്ല, ഇവിടുത്തെ ഭഗവതിക്ക് ഒരു രഹസ്യ ചൈതന്യമുണ്ട് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പലരും അത് ഓപ്പൺ ആക്കാൻ തയ്യാറല്ല. എന്താണ് ഇവിടുത്തെ രഹസ്യം, അത് പറയാൻ കഴിയുമോ? അപ്പോൾ എന്താണ് അത് ചൈതന്യത്തിൻ്റെ രഹസ്യമെന്ന്? ഈ ചൈതന്യം സത്യത്തിൽ സ്വയംഭുവാണെന്നാണ് പറയുന്നത്. രഹസ്യ അറയിലുള്ള ചൈതന്യം കൈലാസത്തുനിന്ന് ശ്രീ പരമേശ്വരനും വൈകുണ്ഠത്തുനിന്ന് മഹാവിഷ്ണുവും സത്യലോകത്തുനിന്ന് ബ്രഹ്മാവും ഉപാസിക്കുന്നത് ഈ ഭഗവതിനെയാണെന്ന് സങ്കല്പം. ഇപ്പോൾ എല്ലാവരും ഗുരുവായൂരേക്ക് പോകുന്നു അല്ലേ. ഈ ഗുരുവായൂരപ്പൻ്റെ പരദേവത എടത്തിരിയത്ത് കാവിലമ്മ അവിടെ ഉണ്ട്. കൃഷ്ണൻ ഉപാസിച്ചത് കാളിനെയാണ്. കൃഷ്ണസ്തു കാളികാ സാക്ഷാലിനാണ്. ശ്രീകൃഷ്ണൻ ഭദ്രകാളി ഉപാസകനായിരുന്നു. ശ്രീകൃഷ്ണൻ. അപ്പോൾ കൃഷ്ണനാണോ വലുത്, കാളിയാണോ വലുത്? കാളി. ശ്രീരാമേതു താരാന. ശ്രീരാമൻ കാട്ടിലായിരുന്നല്ലോ. താരാദേവിനെ ശ്രീരാമ ഉപാസ. ആ താരാദേവിയാണ് ആര്? കരിനീലിയമ്മ. ദശമഹാവിദ്യകളിലെ 2 വിദ്യകളാണ് ഇപ്പം പറഞ്ഞത്. രണ്ടാമത് ശ്രീരാമൻ ഉപാസിച്ചത് താരാദേവിനെയാണ്. ആ താരാദേവിയാണ് കരിനീലി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈ കരിനീലിയാണ്, ശ്രീരാമൻ കാട്ടിലായിരുന്നല്ലോ, ഈ കരിനീലിയാണ് ചാത്തൻ്റെ അമ്മ. ഇതാണ് തൃപ്രയാർ തേവരും ചാത്തന്മാരും തമ്മിലുള്ള ബന്ധം. അപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രവും ചാത്തന്മാരുമായിട്ട് ബന്ധമുണ്ടോ? അല്ല, കൊടുങ്ങല്ലൂരുള്ളത് അമ്മയാണ്, ബാക്കിയെല്ലാം മക്കളാണ്. മറ്റേത് ഇത് വിഷ്ണുമായാണെങ്കിൽ ഇത് മഹാമായയാണ്. രാജ്യം ഭരിക്കുന്ന തമ്പുരാട്ടിയാണ്.
ലോകം ഭരിക്കുന്ന തമ്പുരാട്ടിയാണ്. ബാക്കിയൊക്കെ അതിന്റെ ഈ പരാശക്തിന്റെ മക്കൾ മാത്രമാണ്. ഈ പരാശക്തിക്ക്, ആ രഹസ്യറിയുള്ള പരാശക്തി ചിലപ്പോൾ രൂപഭേദ ഭാവങ്ങളൊന്നുമില്ല. അതിന്റെ ആജ്ഞാനുസരണം മാത്രമാണ് ഇവിടുത്തെ എല്ലാ ദേവീദേവന്മാരും പ്രവർത്തിക്കുന്നത്. അപ്പം സത്യത്തിൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി തൊഴുത് കഴിഞ്ഞാൽ തന്നെ ബാക്കി എല്ലാ ലോകത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും തൊഴുതതിന്റെ ഫലമാണ്. ഈ അമ്മയെ കൃത്യമായിട്ട് മനസ്സറിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ, കൃത്യമായിട്ട് അതിന്റെ അനുഭവം ഉണ്ടാവും. പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ഒരു സങ്കേതമാണ് കൊടുങ്ങല്ലൂർ. ഇവിടെ വന്നിട്ട് ഒരു സ്ത്രീക്കും മനസ്സിന് വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ട് മടങ്ങാൻ പാടില്ല. അത് വന്നു കഴിഞ്ഞാൽ ആരാണ് വിഷമിപ്പിച്ചത് അവർക്കത് കാണിച്ചു കൊടുക്കും. ഇവിടെ നിത്യം അത്ഭുതം നടക്കുന്ന സ്ഥലമാണ്. ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ട് തൊഴുന്ന സമയത്തൊക്കെ ഒരാൾ വന്ന് മുമ്പിൽ നിൽക്കുന്ന പോലെ നമ്മൾ എന്തെങ്കിലും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ട് മറഞ്ഞു പോകുന്നൊക്കെ നിത്യം ഇവിടെ അനുഭവമാണ്. കൃത്യമായിട്ട് ഈ ഭഗവതി നമ്മൾ ഒരുപാട് ആൾക്കാരായിട്ട് വന്നിട്ടല്ല കാണേണ്ടത്. നമ്മൾ എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒറ്റക്ക് വന്ന് പ്രാർത്ഥിച്ച് കുറച്ചു നേരം അവിടെ ഏതെങ്കിലും ഒരു തറൻ്റെ താഴെയിൽ ഇരുന്ന് ഈ ഭഗവതിയെ ഭജിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ദൂതനായിട്ട് ഈ കാളി വരും. ഈ കാളി വന്ന് കൃത്യമായിട്ട് സംസാരിക്കും നമ്മുടെ അടുത്ത്. ഏതെങ്കിലും ഒരു ദൂതനെ പറഞ്ഞയച്ചിട്ട് എന്താണ് ആയിക്കോട്ടെ അതൊക്കെ മാറുമെന്ന് പറയും. ഇവിടെ കോടിക്കണക്കിന് ആൾക്കാർക്ക് അനുഭവമാണ് ഇങ്ങനെ.